ശ്രീ വിനു കിരിയത്ത് ഇപ്പോൾ മന്ത്രിയുടെ വാക്കുകളാണ് സജി ചെറിയാനെ സംഘാടനത്തിൽ ഒരു പിഴവും ഉണ്ടായിട്ടില്ല, അത് സുരക്ഷയുടെ കാര്യത്തിലാണെന്ന്. സുരക്ഷയുടെ കാര്യത്തിൽ പിഴവുണ്ടായിട്ടുണ്ട് എന്ന് മന്ത്രി പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അത് കണ്ടതാണ്. മാത്രമല്ല ഉമാ തോമസ് MLA ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത്. എപ്പോഴും സൗമ്യയായിട്ട് നമ്മളോടെല്ലാം സംസാരിക്കുന്നയാളാണ് അല്ലേ, അങ്ങനെ ഒരു രാഷ്ട്രീയത്തിന് അതീതയായിട്ട് തന്നെ എല്ലാവരോടും പെരുമാറുന്നയാളാണ് ഉമാ തോമസ്. അവർ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനിടെയാണ് ഇത്തരത്തിലുള്ള ഈ വെട്ടിപ്പ് കഥകൾ പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇവിടെ സർക്കാരിനെ പോലും പറ്റിച്ചു എന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ പരസ്പരം പറയുന്നുണ്ട് വീഴ്ച പറ്റി, സംഘാടകർക്ക് വീഴ്ച പറ്റി, പോലീസിന് വീഴ്ച പറ്റി എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. ആക്ച്വലി വീഴ്ച പറ്റിയത് വീഴ്ച ചൂണ്ടിക്കാണിച്ച ആളാണ് അരുൺ ദേവ്. നേരത്തെ തന്നെ വീഴ്ച പറ്റിയത് ഉമാ തോമസിനാണ്. അവർ മാത്രമേ വീണുള്ളൂ. അവർ ആശുപത്രി സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. ഈ നേരത്തെ ഈ അമ്മ ഔസേപ്പച്ചൻ അല്ലെങ്കിൽ മറ്റവർ പറഞ്ഞ പോലെ നോക്കൂ, ഈ 12,000 പേര്, നിങ്ങൾ ഈ ദിവ്യ ഉണ്ണിയെ ഫോക്കസ് ചെയ്യാതെ ആ 12,000 കുട്ടികളെ ഈ പറഞ്ഞ പോലെ 12,000 എബവ് ആണോ അതിന് താഴെയാണോ എന്ന് നമുക്കറിയില്ല. എന്തൊരു അരോചകമാണെന്ന് പറയും. നോക്കൂ, ഭരതനാട്യം ഡ്രസ്സ് ഇട്ടാൽ അത് ഭരതനാട്യമാണെന്ന് വിശ്വസിക്കുന്ന സംഘാടകരാണ്. അല്ല, ഇവർ പറഞ്ഞ പോലെ ഇത് ട്രഡീഷണലായിട്ട് പഠിച്ചവർക്ക് ഇത് കാണുമ്പോൾ, ഇപ്പോൾ എനിക്ക് ഈ ഡാൻസുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ഞാൻ ഡാൻസറല്ല. എൻ്റെ ചേച്ചി ഗീതാ കൃഷ്ണകുമാർ 3 തവണ കേരള യൂണിവേഴ്സിറ്റി കലാതിലകമായിരുന്നു. ചേച്ചി ഡാൻസ് പഠിച്ചത് ചെന്നൈയിൽ അടയാർ ലക്ഷ്മൺ, വെമ്പട്ടി ചിന്നസത്യം, കഥകളി നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി, ഓട്ടംതുള്ളല് തിരുവല്ല പൊന്നമ്മ, ഇങ്ങനെ ടോപ്പ് ഡാൻസേഴ്സിൻ്റെ പഠിച്ചുകൊണ്ട് ആ ഒറിജിനൽ ആ ഡാൻസ് ഫോമിനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ ഇത് മുദ്രാസൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ, പിന്നെ ഇവിടെ ദിവ്യ ഉണ്ണിക്ക് എന്താണ് റോളെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ദിവ്യ ഉണ്ണി അല്ല ഈ 12,000 പേരെയും പഠിപ്പിച്ചത്. ഒരു കാസറ്റ് എടുത്ത് കൊടുക്കുന്നു, ഓരോ ടീച്ചേഴ്സും അവർക്ക് കുട്ടികളുണ്ടോ ഇല്ലെന്നുള്ള ചുറ്റുപാടുള്ളവരെയൊക്കെ വിളിച്ചിട്ട് അതിൽ നല്ല ഡാൻസ് ടീച്ചേഴ്സ്, ഒരുപാട് നല്ല കുട്ടികൾ കളിക്കുന്നവരുണ്ട്. പക്ഷെ അവരൊക്കെ മങ്ങിപ്പോകുന്നു ഇതിന്റെ ഇടയിൽ. പക്ഷെ പ്രാക്ടീസ് എടുത്തു എന്നാണ് നേരത്തെ നോക്കൂ, ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്യാവുന്നൊന്നല്ല. നോക്കൂ, ഒരു യഥാർത്ഥ ഒരു ഡാൻസ് എന്ന് പറയുന്നത് ഒരു 5-6 വർഷം അതിന്റെ ബേസ്, ഈ അരമണ്ഡലം എന്നൊക്കെ പണ്ടുള്ള കാര്യങ്ങളൊന്നും ഈ കളിക്കുന്ന ആർക്കും ഇല്ല. മുദ്രാസം എല്ലാം ശരിയല്ല അതിനകത്ത് കാണിക്കുന്ന. ഈ കൈക്കൊക്കെ ഒരു പെർഫെക്ഷൻ ഉണ്ട്. ഈ ഡാൻസ് എന്ന് പറയുന്നത് ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ അതാണ് ഡാൻസ്. ഇവിടെ യുവജനോത്സവങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയതുകൊണ്ട് ആർക്കാണ് നേട്ടം ഉണ്ടാകുന്നത്? ഇതിന്റെ നേട്ടം ഈ സംഘാടകർ ഒരു കുട്ടിയുടെ 4,000 വാങ്ങിക്കുമ്പോഴത്തേക്കും 12,000 × 4,000 എന്ന് പറയുമ്പോൾ ഏകദേശം 4 crores കഴിഞ്ഞു. ഇതിൽ ദിവ്യ ഉണ്ണിക്ക് മാത്രമേ പലരുടെ കയ്യിൽ നിന്ന് പല തുകയാണ്. അത് കൂടാതെ വേറെ ഇതിൽ ദിവ്യ ഉണ്ണിക്ക് ചിലപ്പോൾ പൈസ കിട്ടിക്കാണും, കാരണം ആ കുട്ടി ബ്രാൻഡ് അംബാസഡറാണ്. മാത്രമല്ല ദിവ്യ ഉണ്ണി അതിനകത്ത് കാണിച്ചിരിക്കുന്ന ഭയങ്കര അരോചകപരമായിട്ടൊരു കാര്യം ഞാൻ പറയാണ്. ഒരു 600-500 മീറ്റർ അപ്പുറമാണ് ബാക്കി കളിക്കുന്ന കുട്ടികൾ. ഇവർക്കെന്താ അവരുടെ കൂടെ കളിച്ചൂടെ? ഫ്രണ്ടിൽ നിന്ന് കളിച്ചോട്ടെ. ദിവ്യ ഉണ്ണി സെലിബ്രിറ്റിയാണ്, നല്ല ഡാൻസറാണ്, അതിലൊന്നും നമുക്ക് ആർക്കും സംശയമില്ല. പക്ഷെ അവരോടൊപ്പം ഇതിപ്പോൾ എന്ത് പറ്റി? ഇതിന്റെ ബെനിഫിറ്റ് ദിവ്യ ഉണ്ണിക്ക് മാത്രമാണ്. നേരത്തെ അമ്മ ഔസേപ്പച്ചൻ പറഞ്ഞ പോലെ ഈ 12,000 കുട്ടികൾ നാളെ ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ എന്നൊരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട പാരന്റ്സ് കൊണ്ടങ്ങ് ചേർക്കുകയാണ് അവരുടെ ഡാൻസിന്. ഈ ഡാൻസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് കളിക്കാൻ. ഇപ്പോൾ ഈ സംഭവം ഈ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഉമാ തോമസിന് ദൗർഭാഗ്യകരമായ വീഴ്ച സംഭവിച്ചതുകൊണ്ടാണ്. അല്ല, അതിനു മുമ്പേ 2 ദിവസം മുമ്പേ ചാനലിൽ റിഹേഴ്സൽ കാണിച്ചപ്പോൾ ഞാൻ മൂക്കത്ത് വിരൽ വെച്ചു. ദൈവമേ, ഇതാണോ? കാരണം പണ്ട് ഞാൻ പറഞ്ഞ അല്ല, ഇത് ഈ വെളിയിൽ വന്നത് ഇതുകൊണ്ടാണ്. ഇപ്പോൾ അരുൺ ദേവ് പരാതി കൊടുത്തിരുന്നു ഇതിനു മുമ്പ് തന്നെ, പോലീസ് ഗവനിച്ചില്ല. പോലീസ് പറയുന്ന ന്യായം എന്ന് പറയുന്നത് മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പരാതിയുമായിട്ട് വന്നാൽ ഞങ്ങൾ ബുദ്ധിമുട്ടില്ല. അല്ല, ഉമാ തോമസ് എന്ന് പറഞ്ഞ മാഡം വീഴുന്നതിന് മുമ്പ് ഞാനിത് ഡാൻസുമായി ബന്ധപ്പെട്ട പലരുമായിട്ട് സംസാരിച്ചു. കാരണം വെച്ചാൽ പണ്ട് ഇവിടെ ആദ്യം നടക്കുന്നത് 1000 പേരുടെ മോഹിനിയാട്ടം, അതായിരുന്നു ആദ്യത്തെ. അതിൽ 1000 പേരും മോഹിനിയാട്ടം നർത്തകികളായിരുന്നു. എത്രയോ മാസത്തെ റിഹേഴ്സൽ നമ്മുടെ ഇവിടുത്തെ കുട്ടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതല്ല 12,000 പേരിന് തികച്ചാൽ അത് ഭരതനാട്യമാവുമോ? നാളെ ഞാൻ 15,000 പേരെ ആളെ ഒപ്പിക്കാനുള്ള ഒരു പരിപാടി മാത്രമായിരുന്നു. ആളെ ഒപ്പിക്കാനും പണം ഒപ്പിക്കാനും. ഈ 4,000 രൂപ 4.5 കോടി രൂപയുടെ കണക്ക് കാണണ്ടേ? ഇനി ഈ കുട്ടികളെ സംബന്ധിച്ചുള്ള 4,000 അല്ല, അവരുടെ റിഹേഴ്സൽ എക്സ്പെൻസ്, അവരുടെ ദിവസം കോസ്റ്റ്യൂംസിന് അവർ 1,600 രൂപ വേറെ അടച്ചു എന്ന് പറയുന്നു. പിന്നെ ഇവരുടെ വണ്ടിച്ചെലവുണ്ട്, ഈ സ്ഥലത്തേക്ക് വരണമല്ലോ. പിന്നെ അതിൽ ഏറ്റവും അരോചകം, ഈ ഗ്രൗണ്ടിൽ 12,000 പേര് ഈ നീല ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നതിനിടയിൽ ദിവ്യ ഉണ്ണിയുടെ കുറെ ബ്ലാക്ക് കാറ്റ്സ് കൂടെ പോകുന്നത് മസിലും പിടിച്ചിട്ട് സഹിക്കാൻ പോയി. അതൊന്നും അല്ല ഒരു ഡാൻസ് സ്റ്റേഡിയത്തിൽ ചെയ്യേണ്ട. ഗ്രൗണ്ട് വരെ ദിവ്യ ഉണ്ണി അവരും പിടിച്ച് മിഴുങ്ങുകയൊന്നുമില്ല. അവരെ മര്യാദയ്ക്ക് വരാനുള്ളൊരു കൂടെ കുറെ മസിൽമാന്മാരും കൂടെ ആ ഗ്രൗണ്ടിൽ ഇവരെ കൊണ്ട് ഇവരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ? എനിക്കറിയാം എന്തൊരു വിരോധാഭാസമാണ്. അപ്പം ദിവ്യ പറയണം, അല്ല ഇവിടെ എന്നെ വിട്ടേക്കൂ, ഇനി ഞാൻ നർത്തകിമാരായിട്ട് ഒന്നിക്കാം, ഞങ്ങളും അവർ അന്യരല്ല, ഞങ്ങളെല്ലാം നർത്തകരാണ് എന്ന് വിചാരിക്കേണ്ടത്. എന്തൊരു വിരോധാഭാസമായിട്ടാണ് വിഷ്വൽസ് നിങ്ങളുടെ. ഇത് നോക്കിക്കേ, ഇതെങ്ങനെ സഹിക്കാൻ പറ്റുന്നു നിങ്ങൾക്ക് ചോദിക്കേ. അതിൻ്റെ ഇടയിലേക്ക് അവരും ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണ്, ആരും ഉപദ്രവിക്കുന്നില്ല. നേരത്തെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പോകാനുള്ള വഴിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പോകും. പിന്നെ സ്റ്റേജ് കെട്ടിയ അയാളെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. എന്തിന്? അയാൾ എന്ത് പഴിച്ചു?
അയാൾക്ക് അറിയാമോ നാളെ ഇവിടെ തോമസ് വരുമെന്നും അവർ വീഴുന്നെന്നും അയാൾക്ക് അറിഞ്ഞൂടാ. അവിടെ ഒരു ഹാൻഡ് റെയിൽ കെട്ടണമെന്ന് സംഘാടകർ തീരുമാനിക്കണം. പിന്നെ ലൈസൻസ് കൊടുത്ത കോർപ്പറേഷൻ ലൈസൻസ് കൊടുത്താൽ മാത്രം പോരാ, തലേ ദിവസം ഇത്രയും വലിയ പരിപാടിയെങ്കിൽ അവിടെ ഒരു അന്വേഷണം നടത്തണ്ടേ. GCDയുടെ ചെയർമാൻ ചന്ദ്രപിള്ള പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കരാർ ഉണ്ടാക്കിയിരുന്നു, പക്ഷെ ആ കരാർ പാലിച്ചില്ല. കരാർ കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യോ ഇല്ലയോ നോക്കണ്ടേ. സംഭവിച്ചതിന് ശേഷമാണോ ഇവിടെ കേരളത്തിൽ തട്ടിപ്പുകാർക്കും ഒരു കുറവും ഇല്ല, തട്ടിപ്പിന് ചെന്ന് പെടുന്നവർക്കും ഒരു കുറവും. അരുൺ ഇക്കാര്യത്തെ കുറിച്ച്